ഇനി നമ്മൾ ചെറിയൊരു റാപ്പിഡ് ഫയർ സെക്ഷനിലേക്ക് പോകണം. വാവ്, റെഡി അല്ലേ? പെട്ടെന്ന് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന പോലെയായി. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, 4 പേരും ആൻസർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. ചേച്ചി നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഫൈനൽ മത്സരാർത്ഥിയായിട്ട് വരികയാണ്. ഓക്കെ, ഫൈനലിസ്റ്റ് ആയി. ചേച്ചി ടോപ്പ് 5-ലുണ്ട്. ചേച്ചി ആ ഫൈനലിൽ പാടാൻ സെലക്ട് ചെയ്യുന്ന പാട്ട് ഏതായിരിക്കും? ഞാൻ സുധാമന്ത്രം പാടും. ഞാൻ പാടും. പക്ഷെ അപ്പം ഫസ്റ്റില് വരൂല്ല. അതെന്താ? ഭയങ്കര പ്രയാസമാണ് ആ പാട്ട്. അതുകൊണ്ട് അല്ല, അതുകൊണ്ടാണല്ലോ അത് എടുക്കുന്നത്. ഇനി ശരത് സാർ. ഞാന് മറ്റേത് പാടും, മുകിലിൻ മകളെ. MC ശ്രീകുമാർ സർ ഏത് പാട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്? നാദരൂപിണി. അഞ്ചാമത് വന്ന അഞ്ചാമതല്ല, അതിപ്പോ ആ പാട്ട് പാടിയായിരിക്കും ചിലപ്പോ ഫസ്റ്റ് അടിക്കുമല്ലോ. സൂപ്പർ സ്റ്റാറിന്റെ ഫൈനൽ സ്റ്റേജ് ആണ്, ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യണം. ഏത് പാട്ട് സെലക്ട് ചെയ്യും? തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തല്ലി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. ഇതെടുക്കില്ല? ഇതെടുക്കും. എന്താ കുഴപ്പമുണ്ടോ? ഇല്ല സാർ, എനിക്ക് ഫസ്റ്റ് വേണ്ട. അല്ല, ഇത് ആങ്കറിന് വേണ്ടി ആയിപ്പോയി പാടി. അതെ, അതെന്താണ് ഉണ്ടിന്റെ ഒപ്പം ഒരു തള്ളും കൂടി. ഓക്കെ, ഇനി ഷാനിക്ക. ഞാൻ എന്തിനു വേറൊരു സൂര്യോദയം. വണ്ടർഫുൾ. അല്ല, പാർവതി ഏത് പാട്ടെടുക്കും? ഞാൻ കണ്ടസ്റ്റന്റ് അല്ലോ, ആണെന്ന് ഞാനാണ് വിചാരിക്ക്. അതിലെ ആങ്കർ. അതാണ് പ്രശ്നം. അല്ല, ആണെന്ന് വിചാരിക്കേ, ഏത് പാട്ടെടുക്കും? എല്ലായിടത്തും കയറി ആങ്കർ. നീ ആര്? ആങ്കർ. ഞാൻ ശ്രീരാഗമോ എടുക്കും. ബ്യൂട്ടിഫുൾ. ഇത് വിജയിക്കുന്ന ഞാനായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ട് പാടി വലിയ തെറ്റുകളൊന്നും ഇല്ലാതെ ഞാൻ മുമ്പോട്ട് ശരിയാട്ടോ പോകും. സാർ. ഒന്ന് പാടുവോ സാർ? രജിത്തേട്ടാ ജസ്റ്റ് ഒന്ന് പാടിയാ മതി സാർ. ഏതാ അത്? ഇപ്പൊ ഈ പാടി തള്ളു തള്ളു തള്ളു. തള്ളു. ആ, നിനക്ക് വേണ്ടി. തള്ളു 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 തല്ലി പന്നാസു വണ്ടി, തള്ളു 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 തല്ലി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. എല്ലാരും കൂടെ തള്ളു 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 തല്ലി പന്നാസ് വണ്ടി, തള്ളു 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 തല്ലി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. അയ്യോ സൂപ്പർ. ഫസ്റ്റ് അടിച്ചു. Winner is The winner is സൂപ്പർ സ്റ്റാർ അണ്ണാച്ചി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളൊക്കെ ഒരു പാട്ടുകാർ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസേഴ്സ് അല്ലായിരുന്നെങ്കിൽ ഏത് ജോലി തിരഞ്ഞെടുക്കും? ഞാൻ ഡോക്ടറായനെ. അമ്മോ. അണ്ണാച്ചി. എത്ര പേര് മരിച്ചാലും. എന്താണ്? ഞാനോ? ഞാൻ വല്ല ATM കൊള്ളയടിയോ അങ്ങനെ എന്തെങ്കിലും നോക്കോട്ടെ. അപ്പൊ പേര് കേട്ട കളറാണ്. കള്ളൻ. അല്ല, പെട്ടെന്ന് പൈസ വേണ്ട, ജീവിക്കണ്ടേ? പൈസ വേണം. പൈസ വേണം. കാര്യം എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഈ മഞ്ചരിയൊക്കെ കുത്തിയിരുന്ന് പഠിക്കും. അതെ, അതാ എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ വാർക്ക പണിക്ക് പോകും. അണ്ണ എന്തിനു പോകും? ഞാൻ പൈലറ്റ്. ഓ കൊറേ പേര് ചാവും. പറപ്പിക്കും ഞാൻ. ഓക്കെ, ഇനി അടുത്തത്. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളിലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടാവാം, എത്ര പഠിച്ചാലും വരി മറന്നു പോകുന്ന ഒരു പാട്ട്. പ്രണതോസ്മി. അവിടെ കിടക്കുക. പക്ഷെ എന്റെ ഫേവറേറ്റ് പാട്ട് അതാണ്. അല്ല, എനിക്ക് എല്ലാം വരി മറന്നു പോവാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ പാട്ട് പറയാൻ പറ്റത്തില്ല. എല്ലാം മറന്നു പോകും. ഞാൻ ഒരു സ്വന്തം പാട്ടാണോ? അല്ലല്ലോ. ഇല്ല, അല്ല, ഏത് ഏത് പാട്ടാ? പാട്ടാവാം. അല്ല, എനിക്ക് ഇച്ചിരി മറവിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം എഴുതി വെച്ചേക്കുന്നത്. എന്നാലൊരു പാട്ട് സാർ. ഇല്ല, അതങ്ങനെ പറയാൻ പറ്റത്തില്ല പാറു. എനിക്ക് അത് ബുക്കുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നോക്കാതെ പാടാൻ പറ്റും. അതില്ലെങ്കിൽ തെറ്റും. സത്യമാണ് പറഞ്ഞത്. കാരണം 45 വർഷമായിട്ട് ഞാൻ പാടുക. ഫോർ എക്സാമ്പിൾ, കണ്ണീർപ്പൂവിന്റെ ഉണ്ടെങ്കിലും എനിക്കറിയാം. അതുപോലെ മന്ദാരച്ചപ്പായാലും ഏത് പാട്ടായാലും എനിക്കറിയാം. പക്ഷെ മുമ്പിൽ മറ്റേ സാധനം വേണം. ബുക്ക് വേണം. ബുക്ക് ഇല്ലെങ്കിൽ confidence ആണ്. നമ്മൾ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ അതിനെ പറ്റി. സത്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുള്ളൊരു കാര്യമുണ്ട്. കിടക്കെ കിടന്ന് ഞാൻ ഓടുന്ന ഓട്ടമുണ്ട്. ഇങ്ങനെ ഓടുമ്പോൾ എനിക്ക് ചവിട്ട് കിട്ടാറുണ്ട്. കാര്യം എന്താണെന്നറിയോ? ഗാനമേളയ്ക്ക് ചെന്ന് നിൽക്കുന്നു, ഉടനെ ആൾക്കാർ വരുന്നു, വിസിലടിക്കുന്നു, തുടങ്ങാൻ റെഡിയാകുന്നു, നോക്കുമ്പോൾ പാട്ട് പുസ്തകമില്ല. ഒയ്യോ, പിന്നെ ഞാൻ ആ ഓടുന്നു. പിന്നെ ഓടി വീട്ടിലോട്ട് ഓടുക. അയ്യോ സാർ. അതല്ലേ കിടക്കെ കിടന്നുണ്ട്. കിടന്നുകൊണ്ട് ഓടുക. ഇതെന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ പേടി സ്വപ്നം ഇതാണ്. കാരണം ഒറ്റ വരി എന്റെ മനസ്സിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സാറ് ജിമ്മിൽ പോവാറില്ല? ഇല്ല, വേണ്ടല്ലോ. വർക്ക്ഔട്ട് വീട്ടിൽ നിന്ന് തന്നെ പറ്റി. സാർ ഓടിയ കണ്ട ഉറക്കത്തില് ഒന്നിനെ കാണിച്ചേ. എന്തോന്ന് മാക്രിയെ പോലെ. അല്ല, അങ്ങനെയല്ലേ ഓടാൻ പറ്റും ഉറക്കത്തില്. ഷാനിക,
എനിക്ക് ഞാൻ പാടുവിട്ടത് കൊടികാരണ പൂരമായ അത് ബാക്ക് ടു ബാക്ക് ഒരു റാപ്പിന്റെ സ്വഭാവമുള്ള ഒരു പാട്ടായതുകൊണ്ട് എനിക്കൊന്ന് അതായിരിക്കും. കൊടികാരണ പൂരമായാണ് എപ്പോഴും. അതിന് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരികളെ ഒക്കെ വിളിച്ചിട്ട് എനിക്കിത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം പഠിച്ചിട്ട് പോകും. പിന്നെ അത് വർക്കൗട്ട് ആവും. പക്ഷെ അത് ഇച്ചിരി അപകടം പിടിച്ചൊരു പാട്ടാണ്. ഓക്കെ ജഡ്ജസ്, ഞാനായിട്ട് ഇപ്പൊ കുറെ നേരം ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അവരോട് വെറുതെ ഇരിക്കുക, അവർക്കൊക്കെ എന്തൊക്കെയോ നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന്. Really? ചോദിക്കണം മക്കളെ. ഇത്രയും കാലത്തിനിടയ്ക്ക് സാറും MG സാറാണെങ്കിലും ശരത് സാറാണെങ്കിലും മഞ്ജരി ചേച്ചി, ഷാനിക്ക ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തലമുറകൾ, ഇപ്പോൾ MG സാറാണെങ്കിൽ ഒരുപാട് തലമുറകൾ ബാക്കിൽ എല്ലാ സിംഗേഴ്സിന്റെ കൂടെയും പാടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇടപഴകിയ സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പുതിയ സിംഗേഴ്സിന് എങ്ങനെയാണോന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ സാർക്ക്? നമ്മളൊരു സ്റ്റുഡിയോയിൽ 7 to 1, 2 to 9 2 കോൾ ഷീറ്റാണ് എപ്പോഴും. ഇപ്പം 7 to 1 കോൾ ഷീറ്റ് ആണെങ്കിൽ ആരൊക്കെ, ശരത്തായാലും ജോൺസേട്ടനായാലും ആരായാലും, സിംഗേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത് പറയും ഒരു 9:30 വരാൻ പറയും, അല്ലെ ഒരു 10 മണിക്ക്. നമ്മൾ 10 മണിക്ക് വരുമ്പോൾ കാണുന്നത് ഈ ഓർക്കസ്ട്രക്കാർക്കെല്ലാം അവിടെ വെച്ചാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇവർ ഈ BGMs ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ വയലിൽ ഒരാൾ വന്നിരിക്കും, അപ്പോൾ നോട്ട്സ് മുഴുവൻ വയലിൽ, അത് കഴിഞ്ഞിട്ട് തബല, അത് കഴിഞ്ഞിട്ട് കീബോർഡ്, എല്ലാവരും ഓരോ ആൾക്കാർ വന്നിരുന്നിട്ട് അവർക്ക് നോട്ട്സ് മുഴുവൻ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേക്കാണ്. എന്നിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് ഗ്രൂപ്പായിട്ട് നോക്കും. ഈ ഗ്രൂപ്പായിട്ട് ഒരു പ്രാവശ്യം നോക്കി കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ മാഷായാലും ആരായാലും മ്യൂസിക് ഡയറക്ടർ നമ്മുടെ മുറിയിലോട്ട് വരും. ചിലപ്പോൾ ചിത്രയായിരിക്കും. ചിത്ര എപ്പോഴും ഒരു ടേപ്പ് റെക്കോർഡർ കൈ കാണും, പലർക്കും കാണും. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു ടേപ്പ് റെക്കോർഡർ യൂസ് ചെയ്തിട്ടേ ഇല്ല. പാട്ട് പറഞ്ഞു തരുമ്പോൾ അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 5-10 മിനിറ്റാണ്. അതിൽ കൂടുതൽ പഠിക്കാൻ കിട്ടില്ല. ഈ 10 മിനിറ്റിനിടയിൽ ഞാൻ നൊട്ടേഷൻസ് എഴുതും. പക്ഷെ ചിത്ര നൊട്ടേഷൻ എഴുതുമെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് എടുത്തു വയ്ക്കും. പക്ഷെ അത് എനിക്കൂടെ ഒരു സേഫ്റ്റിയാണ്. ഓർക്കസ്ട്ര എല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്ററിൻ്റെ നടുക്ക് വന്ന് നിന്നിട്ട് ഈ ഓർക്കസ്ട്രയുടെ കൂടെ പാടും. അതൊരു വലിയൊരു അനുഭവമാണ്. അവിടെ ആ തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ, അതായത് ഒരു 25 വയലിൻ, ഒരു 15 വിയോളോ, ഒരു 3 ചെല്ലോ, ഒരു ഡബിൾ ബാസ്, അതൊക്കെ വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന് അത് ഞാൻ ട്രാക്ക് പാടിയായിരുന്നു. അന്ന് കിട്ടിയൊരു ഫീൽ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ ബാലൻസിങ് ആണ്. ബാലൻസിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറന്നുപോകും ഈ നൊട്ടേഷൻ എഴുതി. അപ്പോഴാണ് ഈ ടേപ്പ് റെക്കോർഡിൻ്റെ ഗുണം നമ്മൾ അറിയുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേക്ക് നമ്പർ 1, 2, അതിനു മുമ്പ് 1 മണിക്ക് മുമ്പ് പാട്ട് കഴിയും. ദാസേൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, ചിത്ര, സുജാത, സുശീലാമ്മ, ജാനകി അമ്മ, എല്ലാവരുടെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഹിന്ദിയിൽ ലതാ മങ്കേഷ്കർ, അതുപോലെ ആശാ ഭോസ്ലെ, ഉദിത് നാരായണൻ, ഇവരുടെ കൂടെ എല്ലാം ഞാൻ പാടിയതാണ്. ഹരിഹരൻ സാറ്, ശ്രേയാ ഘോഷല്, മഞ്ചേരി, ഒരുപാട് പേര്. കാരണം എല്ലാവർക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര സൗഹൃദമാണ്. കാരണം അവന് തെറ്റണം അല്ലെങ്കിൽ ഇവക്ക് ശരിയാവണം, അങ്ങനല്ല, ഒരു കോമ്പറ്റീഷനാണ്. അങ്ങനെ പല പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഞാൻ ചിത്രമായിട്ടായിരുന്നു. കാരണം ചില പാട്ടുകൾ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞങ്ങളിത് കേട്ടിട്ട് പാടാൻ നേരത്തെ ഞാൻ വിചാരിക്കും ലാസ്റ്റിൽ ടേക്ക് സമയത്ത് ഇവിടെ ഒരു അഴകാപുരിയിൽ അഴകിൻ പനിയിൽ ഒരു നാൾ ഞാൻ വരും. അതിനകത്ത് ഞാനൊരു നല്ല സംഗതി മനസ്സിലാലോചിച്ചു വെച്ചു. പല്ലവി കോമൺ ആണ്, അനുപല്ലവി ഞാൻ, ചരണം ചിത്ര, പിന്നെ അങ്ങനെ വരും. നോക്കിയപ്പോൾ ഞാനൊരു സംഗതി നോക്കി വെച്ചു, അത് പാടിയിട്ട് ഞാൻ വലിയ കാര്യത്തിൽ നോക്ക് എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഒരു അണുകുണ്ട് സംഗതി, അതുവരെ പാടാത്ത ഒരു സംഗതി ഇട്ടിട്ട് ഞാൻ കീറിപ്പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. അത് ഒരു സ്പിരിറ്റാണ്, ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. അതാണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. അത് അന്ന് ഒരുപാടുണ്ടായിരുന്നു. ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് നമ്മുടെ കൂടെ പാടുന്നുള്ളത് നമ്മൾ അറിയത്തേ ഇല്ല. ഫിലിം ഇറങ്ങുമ്പോൾ അറിയാം, ഇന്നാരാണല്ലേ. പറഞ്ഞു പോയി കഴിഞ്ഞാൽ കീർത്തി ഇന്നും നാളെയും മറ്റന്നാളും തീരില്ല. ഓക്കെ, അപ്പോ സർ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, കാരണം നമ്മളിങ്ങനെ വൈബ് ചെയ്ത് പോവായിരുന്നല്ലോ. അപ്പൊ നമുക്കൊന്ന് ഹാപ്പി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മുടെ ഈ 100th എപ്പിസോഡ്. ഓക്കെ,
ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ചന്ദനമണി 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 സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ദ്രുതതാളം ദ്രുതതാളം